ഹലോ ഫ്രണ്ട്സ്, മഴത്തോരും മുമ്പേയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരിക്കൽ മനു അലീനയോടുള്ള ഇഷ്ടം തുറന്നു പറയുന്നതോടെ വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. മനുവിന്റെ വെല്ലുവിളി കമലയെ ശരിക്കും ഭയപ്പെടുത്തുന്നു. പിന്നീട് ബാലചന്ദ്രന്റെ മനസ്സിലുള്ള രഹസ്യങ്ങളും അലീന തന്റെ മകളാണെന്ന് വൈജ അറിയുന്ന ഞെട്ടിക്കുന്ന നിമിഷങ്ങളും മാത്രമല്ല, ഈ കഥയുടെ അപ്കമിംഗ് എപ്പിസോഡുകളിൽ മനുവും അലീനയും വിവാഹിതരാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വലിയ വഴിത്തിരിവുകളെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കാണണേ. അങ്ങനെ അലീനയെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് മാറ്റാനുള്ള തീവ്ര ശ്രമത്തിലാണ് മനു. അവിടെ താമസിച്ചാൽ വൈജാന്റി അവളെ സ്വസ്ഥമായി വെച്ച് വെറുപ്പിക്കില്ല എന്നവന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു ജോലി കണ്ടെത്തി അലീനയെ സുരക്ഷിതയാക്കാൻ മനു രാപകലില്ലാതെ ശ്രമിച്ചു. ഒടുവിൽ അലീനയ്ക്കായുള്ള ഒരു ജോലി മനു കണ്ടെത്തുന്നു. അങ്ങനെ ആ സന്തോഷ വാർത്ത അലീനയോടും മംഗളിനോടും നേരിട്ട് പങ്കുവെക്കാൻ മനു അവിടേക്ക് ചെല്ലുമ്പോൾ കോപാകുലയായി നമ്മുടെ വൈജ അവിടെ തന്നെ ഉണ്ടാകും. വൈജയുടെ മുഖത്തെ ദേഷ്യം കണ്ട് മനുവും അമ്പരന്നു പോകും. മനുവിനെ കണ്ട വൈജ ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു, "ഓ, നീ വന്നോ? ഈ വീട്ടിലേക്ക് ഒരു ദുഷ്ടകനത്തെ കൊണ്ടുവന്നത് നീയല്ലേടാ മനു. നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞു അവളെ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ, എന്നിട്ട് നീ എന്റെ വാക്ക് കേട്ടോ?" അപ്പൊ മനു ചോദിക്കുന്നുണ്ട്, "ആന്റിയുടെ ദേഷ്യവും വാശിയും ഇപ്പോഴും മാറിയില്ലേ? അങ്കിളിന്റെ ആരോഗ്യപരമായ അവസ്ഥയെങ്കിലും ആന്റി ഒന്ന് ഓർക്കണം." "ഓ, നിന്റെ അങ്കിളിന് മാത്രമേ ഹൃദയം മനസ്സും ഒക്കെ വേദനിക്കുകയുള്ളൂ. ദേ, എനിക്കും ഇവിടെ മുറിവേൽക്കും എന്ന് നിന്റെ അങ്കിളിനോട് നീ ഒന്ന് പറഞ്ഞേക്ക്." കുറച്ചു ദിവസം കൂടെ വൈജിയോടൊന്ന് ക്ഷമിക്കാനൊക്കെ മനു പറയുന്നുണ്ടെങ്കിലും ക്ഷമിക്കാനോ? എന്തിനു ക്ഷമിക്കണം? ഒരു വേലക്കാരി പെണ്ണിനെ എന്റെ ഭർത്താവിനെ വിട്ടുകൊടുത്തിട്ട് അത് കയ്യും കെട്ടി നോക്കി നിൽക്കണോ ഞാൻ? അതാണോ വേണ്ടത്? നിന്റെ അമ്മയ്ക്കാണ് ഈ അവസ്ഥ വന്നതെങ്കിൽ നിനക്ക് നോക്കി നിൽക്കാൻ വേണ്ടി പറ്റുമോ? വൈജയുടെ ഈ വാക്കുകളെല്ലാം മനുവിന്റെ മനസ്സിലും നീറ്റലുണ്ടാക്കി. പെട്ടെന്നൊരു മറുപടി പറയാൻ മനുവിന് കഴിയുന്നില്ല. തുടർന്ന് വൈജയന്തി പറയുന്നുണ്ട്, "എന്തായാലും എന്റെ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ നിലക്കി നിർത്തണമെന്ന് എനിക്കറിയാം. നിങ്ങൾ ആരും എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ കാണിച്ചു കൊടുക്കാം എന്റെ അധികാരം." ഭീഷണി സ്വരത്തിൽ അതും പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുക തന്നെയാണ് വൈജ. അതേസമയം മനു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആന്റി കാണുന്ന കണ്ണുകൊണ്ടല്ല കാര്യങ്ങൾ കാണേണ്ടത്. ഇവിടെ മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. സത്യത്തില് അലീനയെ ഈ വീട്ടിൽ നിന്ന് വിടാൻ സമ്മതിക്കാത്തത് അങ്കിളാണല്ലോ. അദ്ദേഹത്തിന് അവളിലുള്ള വിശ്വാസം വലുതാണ്. അങ്കിളിന് അലീനയോട് ഒരു മകളെ പോലെയുള്ള വാത്സല്യമാണുള്ളത്. അലീനയാണെങ്കിലും ഏതു നിമിഷവും ഈ വീട്ടിൽ നിന്ന് പോയാൽ മതി എന്ന രീതിയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട് കേട്ടോ മനു വൈജയന്തിയോട്. അപ്പോഴേക്കും നമ്മുടെ അലീന അങ്ങോട്ട് വരുന്നു. മനുവിനെ കണ്ടതും അലീന സന്തോഷത്തോടെ ചോദിച്ചു, "മനുവേട്ടാ, എപ്പോഴാ വന്നത്? കുടിക്കാൻ കാപ്പിയോ മറ്റോ വേണോ?" മനു ഒരു നാരങ്ങാവെള്ളം മതിയെന്ന് പറയുന്നുണ്ട് അലീനയോട്. അതനുസരിച്ച് അതെടുക്കാനായി അലീന ഉടൻ അടുക്കളയിലേക്ക് പോകുന്നുമുണ്ട്. അതിനുശേഷം മനു മുത്തശ്ശിയെ കാണാനായിട്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുന്നു. പ്രായത്തിൻ്റെതായ ക്ഷീണമുണ്ടെങ്കിലും മുത്തശ്ശി മനുവിനെ കണ്ടപ്പോൾ ഉന്മേഷവതിയായി. മുത്തശ്ശി മനുവിനോട് പറയുന്നുണ്ട്, "എടാ, എനിക്കിപ്പോ ചെറിയ രീതിയിലൊക്കെ നടക്കാൻ പറ്റുന്നുണ്ട്. നല്ല മാറ്റമുണ്ട്." മനുവിനാണെങ്കിലും അത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നു. മുത്തശ്ശിയുടെ അസുഖം എത്രയും പെട്ടെന്ന് പൂർണ്ണമായി മാറണമെന്ന് തന്നെയാണ് തന്റെയും പ്രാർത്ഥന എന്ന് മനുവും അറിയിക്കുന്നു. പക്ഷേ മുത്തശ്ശിക്ക് വൈജയന്തിയെക്കുറിച്ച് ഓർത്താണ് പേടി. എന്റെ അസുഖം മാറിയെന്നെങ്ങാനും അറിഞ്ഞാൽ അവളുണ്ടല്ലോ എന്നെ കൊല്ലാക്കൊല ചെയ്യും. അവളുടെ ദേഷ്യം തീർക്കാൻ എന്നെ ഉപയോഗിക്കും. അതുകൂടെ അറിയുമ്പോഴത്തേക്കും മനുവിനാണെങ്കിലും ആകെ സങ്കടമാവുകയാണ്. ആ കുടുംബത്തിന്റെ അവസ്ഥ എത്ര ഭീകരമാണെന്ന് അപ്പോഴാണ് മനു ശരിക്കും മനസ്സിലാക്കുന്നത്. അപ്പോഴേക്കും മനുവിനുള്ള നാരങ്ങാവെള്ളവുമായിട്ട് അലീന അവിടേക്ക് എത്തുന്നു. പിന്നെ മനു സംസാരം തുടർന്നു. അലീനയ്ക്ക് ഒരു നല്ല ജോലി ഞാനിപ്പോൾ ശരിയാക്കിയിട്ടുണ്ടെന്നും ആ സന്തോഷ വാർത്ത അങ്കിളിനോട് സംസാരിക്കാനാണ് ഞാൻ വന്നതെന്നും മനു അറിയിച്ചപ്പോ, "ഓ, അതൊരു വലിയ കാര്യമായി പോയി മനു" എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജ പെട്ടെന്ന് അവിടേക്ക് കയറി വന്നു. വൈജയന്തിയുടെ ആ സ്വരത്തിൽ ഒരു പരിഹാസം ഒളിഞ്ഞിരുന്നു. മനുവിനെയും അലീനയും മാറി മാറി നോക്കി. വൈജയന്തിയുടെ ഈ ഇടപെടല് മനുവിനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനു വൈജയോട് ചോദിക്കുന്നുണ്ട്, "എന്താ ആന്റി ഇത്? ആന്റിക്ക് വേറെ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാനില്ലേ?" അപ്പൊ വൈജയന്തി ചോദിക്കുകയാണ്, "അല്ല മനു, നീ ഇവളെ എവിടേക്കാണ് ജോലിക്ക് കൊണ്ടുപോകുന്നത്? എന്തായാലും ഇവളെ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയ എനിക്ക് സമാധാനം കിട്ടും. പിന്നെ എവിടേക്ക് ജോലിക്ക് കയറിയാലും നിന്റെ കൺവെട്ടത്ത് നിന്ന് നീ അവളെ മാറ്റി നിർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കറിയാം നീ അവളുടെ പിന്നാലെ എപ്പോഴും ഒരു നിഴല് പോലെ ഉണ്ടാകുമെന്ന്." സംശയത്തോടെയുള്ള വൈജയന്തിയുടെ ഈ വാക്കുകൾ കേട്ട് മനു മറുപടി കൊടുക്കുന്നുണ്ട്, "അതെ ആന്റി, ഞാൻ തീർച്ചയായും അലീനയുടെ കൂടെ തന്നെ ഉണ്ടാവും. മുത്തശ്ശിക്ക് ഞാനൊരു വാക്ക് നൽകിയിട്ടുണ്ട്, ഇവളെ കൈവിടില്ലായിരുന്നു. ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കും." ദൃഢസ്വരത്തോടെയുള്ള മനുവിന്റെ ഈ പ്രതികരണം വൈജയന്തിയിലാകട്ടെ കൂടുതൽ ദേഷ്യമുണ്ടാക്കി. വൈജയന്തി വെട്ടി തുറന്ന് തന്നെ ചോദിക്കുന്നുണ്ട്, "അത്രമാത്രം അടുപ്പമുണ്ടാവാൻ നീയും മുത്തശ്ശിയും ആരാടാ ഇവൾക്ക്? ഇവള് നിനക്ക് എന്താണ്?" എന്നാൽ ഇതിന് മറുപടിയൊന്നും പറയാതെ മനു ഒരു ചിരിയോടെ അലീനയെ ഒന്ന് നോക്കുക മാത്രമേ ചെയ്തുള്ളൂ. അലീനയാണെങ്കിലും തലകുനിച്ച് നിൽക്കുന്നു. ശേഷം മനു പറയുന്നുണ്ട്, "അലീന ഇപ്പോൾ എനിക്ക് ആരുമല്ല, പക്ഷേ ഭാവിയിൽ അവൾ എന്റെ ആരെങ്കിലും ഒക്കെ ആകുമെന്ന്." മനുവിന്റെ ഈ ഒരു നിഗൂഢമായ മറുപടി കൂടെ കേൾക്കുമ്പോഴത്തേക്കും വൈജ ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, "അതെന്താടാ നീ അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞത്? നീ എന്താ ശരിക്കും ഉദ്ദേശിച്ചത്?" അപ്പൊ മനു ചിരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, "അല്ല ആന്റി, എനിക്ക് വിവാഹം കഴിക്കാനുള്ള പ്രായമൊക്കെ ആയല്ലോ. ദേ, ഈ നിൽക്കുന്ന അലീനയെ ഞാൻ ചിലപ്പോ വിവാഹം കഴിക്കും. അപ്പൊ പിന്നെ അവൾ എന്റെ ഭാര്യയാവില്ലേ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്." ഇതങ്ങോട്ട് കേൾക്കുന്നതും വൈജയും മുത്തശ്ശിയും എന്തിന് അലീന പോലും ആകെ ഷോക്ക്ഡ് ആവുന്നുണ്ട്. വൈജയുടെ ദേഷ്യമാണെങ്കിലും അണപൊട്ടി ഒഴുകി.
സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ നമ്മുടെ വൈജ അലീനയുടെ നേർക്ക് ചാടി വീഴാൻ ഒരുങ്ങി. നിന്റെ തനിനിറം എനിക്ക് ഇപ്പൊ മനസ്സിലായി. നീ ഞങ്ങളുടെ വീട്ടിലെ എല്ലാ ആമ്പിള്ളേരെയും വലയിലാക്കാൻ വേണ്ടി നടക്കുന്നവളാണല്ലോ. നിന്റെ കള്ളത്തരങ്ങൾ ഇനി ഇവിടെ നടക്കില്ലടി. ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ട് വൈജ അവിടുന്ന് ദേഷ്യപ്പെട്ടു പോയി. അലീനയ്ക്കാണെങ്കിൽ ഒത്തിരി സങ്കടമാവുന്നു. മനു പിന്നീട് മുത്തശ്ശിയോടും അലീനയോടും ഒക്കെ ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാണെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അലീനയ്ക്ക് ഒരു ക്ലിനിക്കില് സിസ്റ്റർ അസിസ്റ്റന്റായി ജോലി ശരിയായിട്ടുണ്ടെന്നും അതിന് അങ്കിളിന്റെ സമ്മതം വേണമെന്നും മനു പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതറിയുന്ന ബാലചന്ദ്രൻ അലീനയെ ജോലിക്ക് വിടാൻ സമ്മതിച്ചില്ല. അവള് പോയാൽ ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. വേണമെങ്കിൽ വീട് അവളുടെ പേരിൽ എഴുതി നിൽക്കാം. പക്ഷേ അവൾ ഇവിടെ തന്നെ നിൽക്കണം. അങ്ങനെ ബാലചന്ദ്രൻ തീർത്തും പറയുന്നുണ്ട്. ബാലചന്ദ്രന്റെ മനസ്സ് ഉടനെ ഒന്നും മാറ്റാൻ കഴിയില്ലെന്ന് മനുവിന് മനസ്സിലാവുകയാണ്. പിന്നീട് താഴെ വന്ന മനുവിനോട് ബാലചന്ദ്രൻ എന്ത് പറഞ്ഞെന്ന് വൈജ തിരക്കുമ്പോൾ കുറച്ചു ദിവസം കൂടെ അവൾ ഇവിടെ നിൽക്കട്ടെ എന്നാണ് അങ്കിള് പറഞ്ഞതെന്ന് കള്ളം പറഞ്ഞ് അവൻ വിഷയം മാറ്റി. പോകാൻ നേരത്ത് അലീനയോടും ടെൻഷനൊന്നും വേണ്ടെന്നും ജോലി എപ്പോഴും അലീനയ്ക്കായി അവിടെ തന്നെ ഉണ്ടാകുമെന്നും അല്ലെങ്കിൽ പുതിയത് കണ്ടെത്താമെന്നും ഒക്കെ പറഞ്ഞ് മനു അലീനയെ സമാധാനിപ്പിച്ചു. മനുവിന്റെ ഈ സ്നേഹപ്രകടനങ്ങൾ കണ്ട വൈജ പിന്നീട് കമലയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അലീനയും മനുവും തമ്മിൽ പ്രണയത്തിലാണെന്നും അലീന ഭാവിയിൽ തന്റെ ഭാര്യയാകുമെന്നും മനു എന്റെ മുഖത്ത് നോക്കി പറഞ്ഞെന്നെല്ലാം കമലയെ അറിയിക്കുകയാണ് വൈജ. അതുകൊണ്ട് അവൻ അവളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് അവനൊരു പെണ്ണ് നോക്കണമെന്നും വൈജ കമലയെ നിർബന്ധിക്കുന്നു. ഇതങ്ങോട്ട് അറിയുന്നതും പേടിയാവുകയാണ് കമലയ്ക്കും. പിന്നീട് കമല ഉടനെ തന്നെ അനന്യയുടെ അമ്മയെ വിളിച്ച് എത്രയും പെട്ടെന്ന് മനുവിന്റെ അനന്യയുടെയും വിവാഹ നിശ്ചയം നടത്താമോ എന്ന് ചോദിക്കുന്നു. അനന്യയോട് ചോദിച്ചപ്പോൾ മനുവിന്റെ ഇഷ്ടം അറിയില്ലെന്നും അവര് രണ്ടുപേരും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണെന്നും അവള് പറഞ്ഞു. എങ്കിലും കമല അവളെ നിർബന്ധിച്ച് മനുവിനോട് സംസാരിക്കാൻ തന്നെ ആവശ്യപ്പെടുന്നു. ശേഷം അനന്യ മനുവിനെ വിളിച്ചു. നമ്മുടെ വീട്ടുകാരുടെ പുതിയ തീരുമാനത്തെക്കുറിച്ച് കേട്ടോ? എന്റെ അമ്മ നിന്റെ അമ്മയെ വിളിച്ചിരുന്നു നമ്മുടെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക. അനന്യ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ തന്നെ താൻ വൈജയാന്റിയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി അമ്മയുടെ ചെവിയിലെത്തിയെന്ന് മനുവിന് മനസ്സിലായി. മനു എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് തോന്നിയായിരുന്നു ഇങ്ങനൊരു വിളി വരുമെന്ന്. എന്തായാലും തന്റെ തന്ത്രം ഫലിച്ചതില് മനുവിന് അതിയായ സന്തോഷം തന്നെയാണ് മനസ്സിൽ തോന്നുന്നത്. അനന്യക്ക് കാര്യം മനസ്സിലാവുന്നില്ല. അതെന്താ അങ്ങനെ? എന്താ നിന്റെ മനസ്സിലിപ്പെന്ന് ചോദിച്ചപ്പോ മനു മറുപടി പറയാണ്, സത്യം പറഞ്ഞാലേ എന്റെ മനസ്സിൽ മറ്റൊരു പാവം പെൺകുട്ടി കയറിക്കൂടിയിട്ടുണ്ട്. അവളെക്കുറിച്ച് നിന്നോട് സംസാരിക്കണമെന്ന് കരുതിയതാണ്. തിരക്കുകൾ കാരണം ഇതുവരെ പറ്റിയില്ല. അപ്പോഴേക്കും അനന്യ തിരിച്ചു പറയാണ്, എടാ ദുഷ്ട, അപ്പൊ നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ? നീ എന്നെ തേച്ചല്ലേ? അങ്ങനെ അനന്യ ചിരിച്ചുകൊണ്ട് തമാശ രൂപേണ പറഞ്ഞപ്പോ, എടി പൊട്ടിക്കാളി, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ഇന്നേ വരെ ഞാൻ നിന്നെ ഭാര്യയായിട്ട് സങ്കല്പിച്ചിട്ട് പോലുമില്ല. പക്ഷെ എന്റെ ഇപ്പോഴത്തെ ആഗ്രഹം ഒരു പാവം പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കണമെന്നാ. അവളെ ഞാൻ വിവാഹം കഴിച്ചാൽ അവളുടെ ജീവിതം രക്ഷപ്പെടും. അതല്ലേ പ്രധാനം. മനു ഇങ്ങനെ അലീനയെക്കുറിച്ച് സംസാരിച്ചപ്പോ അതാരാണ് ആ ഭാഗ്യവതിയെന്ന് അനന്യ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ ഞാൻ വഴിയെ പറയാമെന്ന് പറഞ്ഞ് മനു ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ അനന്യയാണെങ്കിൽ മനു തന്നോട് വെളിപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം തന്റെ അമ്മയോട് പറഞ്ഞപ്പോ അവർക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവരുടനെ തന്നെ ഈ വിവരം കമലയെ അറിയിച്ചു. കമലയ്ക്കാണെങ്കിലും അതറിഞ്ഞപ്പോ സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട്. മനു എങ്ങാനും അലീനയെ വിവാഹം കഴിച്ച് ഇങ്ങോട്ട് വരുമോ എന്നുള്ളൊരു ഭയം കമലയെ വല്ലാതെ അലട്ടി. ശേഷം കമല ഉടനെ മനുവിനെ വിളിച്ചു. നീ എവിടെയാടാ? നീ എന്തൊക്കെയാ ആ കുട്ടിയോട് പറഞ്ഞത്? നീ അവളെ എങ്ങാനും വിവാഹം കഴിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കേണ്ട. ഈ കമല ഉള്ളിടത്തോളം കാലം ആ മോഹം നടക്കില്ല. കമലയുടെ ഈ ഭീഷണി കേട്ട മനു ആണെങ്കിൽ താൻ തനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ കൂടെ മാത്രമേ ജീവിക്കൂവെന്നും അല്ലാതെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കൂടെ ജീവിക്കാൻ എന്നെ കിട്ടില്ലെന്നും വേണമെങ്കിൽ അമ്മ അച്ഛനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക എന്ന് നല്ല ചുട്ട മറുപടി കൊടുത്തപ്പോ കമലയ്ക്ക് ദേഷ്യവും സങ്കടവും ഒന്നും സഹിക്കാൻ കഴിഞ്ഞില്ല. കമലയുടെ സമാധാനം മുഴുവൻ നഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ കമല ഒരു കോളിംഗ് ബെല്ലിന്റെ സൗണ്ട് കേൾക്കുകയാണ്. വാതിൽ തുറന്നപ്പോ കണ്ട കാഴ്ച അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നു. കഴുത്തിലെ പൂമാലയണിഞ്ഞ് അലീനയുടെ കൈ പിടിച്ചുകൊണ്ട് മനുവും പടികൾ കയറി വരുന്ന കാഴ്ച. അതെ, അലീനയും മനുവും വിവാഹിതരായിരിക്കുന്നു. എന്താ മനു ഇതെന്ന് ചോദിച്ച കമല ദേഷ്യം കൊണ്ട് അലറി. അപ്പൊ മനു, അമ്മ പറഞ്ഞതുപോലെ ഞാൻ ഇവളെ അമ്പലത്തിൽ വെച്ച് രഹസ്യമായി വിവാഹം കഴിച്ചു. ഇവൾ ഇനി എന്റെ ഭാര്യയാണ്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇവളെ ഉപേക്ഷിക്കാനാവില്ല. അതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ കമല തല കറങ്ങി താഴെ വീഴുകയാണ്. പിന്നീട് കമല പെട്ടെന്ന് ഞെട്ടി ഉണരുകയും ചെയ്യുന്നു. മനു അലീനയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് ടെൻഷൻ കാരണം താൻ കണ്ട വെറും സ്വപ്നം മാത്രമായിരുന്നുവെന്ന് കമല പിന്നീട് തിരിച്ചറിയുകയാണ്. സ്വപ്നമായിരുന്നെന്ന് ഓർത്ത ആശ്വാസം തോന്നിയെങ്കിലും അലീനയെ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടത് തന്റെ ആവശ്യമാണെന്ന് കമല പിന്നീട് മനസ്സിലാക്കുന്നു. പിന്നീട് കമല ഉടനെ തന്നെ വൈജയെ വിളിച്ചിട്ട്, നിനക്കറിയാമോ, മനു അലീനയെ തന്നെ വിവാഹം കഴിക്കാൻ ഉറച്ചു നിൽക്കുകയാണ്. അവനും അവളുമേ കട്ട പ്രേമത്തില. അപ്പൊ വൈജ തിരിച്ച് പറയുന്നുണ്ട്, അത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കമലേട്ടത്തി, അവളെല്ലാവർക്കും ഒരു തലവേദനയാണ്. അവളെ പറഞ്ഞു വിട്ടാൽ മാത്രമേ നമുക്കിനി ഒരു ജയം ഉണ്ടാകൂ.
എന്തായാലും ഞാനിപ്പോ അങ്ങോട്ട് വരുന്നുണ്ടെന്നും അവളെ ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് കമല നേരെ ബാലേന്ദ്രന്റെ വീട്ടിലേക്ക് വരികയാണ്. ശേഷം അലീനയെ ചെന്ന് കണ്ട് ചീത്ത പറയുന്നുണ്ട് കമല. ഈ വീട്ടിലെ എല്ലാ ആൺപിള്ളേരെയും മയക്കി കയ്യിലെടുക്കാൻ നോക്കുകയാണോ എന്നൊക്കെ ചോദിച്ചപ്പോ അലീന ശക്തമായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. എനിക്കങ്ങനെ ഒരാഗ്രഹവും ഇല്ലെന്നും എന്റെ പുറകെ നിങ്ങളുടെ മക്കൾ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വളർത്തുദോഷമാണ്, എന്റെ പ്രശ്നമല്ല. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോണമെന്ന് പറഞ്ഞ് കമല അലറിയപ്പോ മുത്തശ്ശി റൂമിൽ നിന്ന് ശബ്ദം കേട്ട് വരുന്നു. കമലേ, നീ എന്താണ് കാണിക്കുന്നത്? നിനക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? അവളെ എന്തിനാണ് നീ ഓടിക്കാൻ നോക്കുന്നത്? അപ്പൊ കമല മുത്തശ്ശിയോടും പറയുകയാണ്, അമ്മയ്ക്കറിയാവോ, ഇവിടെ എല്ലാവരെയും വശത്താക്കി വെച്ചിരിക്കുകയാണ്. മനുവിന് വിവാഹം ആലോചിച്ചപ്പോ അവൻ പറഞ്ഞത് ദരിദ്രവാസികൾക്ക് ജീവിതം കൊടുക്കണമെന്നാണ്. അവൻ ഇവളെ മതിയത്രേ. മുത്തശ്ശിയാണെങ്കിലും അപ്പൊ പറയുന്നുണ്ട്, അവൻ അങ്ങനെ പറഞ്ഞെങ്കിൽ അതിലെന്താ കമല ഇത്ര തെറ്റ്? അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കൂടെയല്ലേ അവൻ ജീവിക്കേണ്ടത്. എന്നാൽ ഇത് കേട്ട് കമല മുത്തശ്ശിയും കുറ്റപ്പെടുത്തുകയാണ്. നിങ്ങൾ ഇവർക്ക് വേണ്ടി സൈഡ് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴേക്കും ബാലേന്ദ്രൻ അങ്ങോട്ട് വന്നു. ഈ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്താൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നതെന്നും ഇതെന്റെ വീടാണെന്നും എന്റെ വീട്ടിൽ ആരൊക്കെ നിൽക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണെന്നും ബാലേന്ദ്രൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഭ്രാന്താണോ? ഒരു വേലക്കാരിക്ക് വേണ്ടി സ്വന്തം കുടുംബത്തെ ഇല്ലാതാക്കുകയാണോ? ഇങ്ങനെയുള്ള കമലയുടെ ദേഷ്യത്തോടെയുള്ള ചോദ്യം കേട്ട് ബാലേന്ദ്രൻ അതിനെല്ലാം ശക്തമായി തന്നെ മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കമല അവിടുന്ന് കോപത്തോടെ ഇറങ്ങിപ്പോയി. വൈജയ്ക്കാണെങ്കിലും ഒന്നും എതിർത്ത് സംസാരിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് ബാലേന്ദ്രനാണെങ്കിൽ രഹസ്യമായി അലീനയുടെ അച്ഛനെയെല്ലാം കണ്ടുപിടിക്കുന്നുണ്ട്. അവസാനം മനു അലീനയെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്ന് ഉറപ്പാവുകയും ചെയ്യുന്നു. വൈജയ്ക്കാണെങ്കിലും താമസിയാതെ അലീന തന്റെ മകളാണെന്നുള്ള സത്യം മനസ്സിലാവുകയാണ്. സത്യം മനസ്സിലാക്കിയ വൈജയാകട്ടെ കമലയോടും ശിവേട്ടനോടും പോയി സംസാരിക്കുന്നുണ്ട് അലീനയും മനുവും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച്. കമല ആദ്യം എതിർത്തെങ്കിലും അലീന വൈജയുടെ മകളാണെന്നറിഞ്ഞപ്പോ മനസ്സില്ലാ മനസ്സോടെ വിവാഹത്തിന് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവസാനം എല്ലാ എതിർപ്പുകൾക്കും ഒടുവിൽ മനുവും അലീനയും സന്തോഷത്തോടെ വിവാഹിതരാകുന്നു.